തൃത്താല നിയോജക മണ്ഡലത്തിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെയും UDFന് ഭരണം ലഭിച്ച 5 പഞ്ചായത്തുകളിലെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ UDFന്റെ നേതൃയോഗം ഇന്ന് തീരുമാനിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരീക്ഷകരായി ഞാനും KPCC നിർവാഹക സമിതി അംഗം ശ്രീ CV ബാലേന്ദ്രൻ മാസ്റ്ററും ഈ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത് ഐകകണ്ഠേനയാണ് എല്ലായിടത്തും തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഭാഗമായി ആനക്കര പഞ്ചായത്തിലെ പ്രസിഡന്റായി ശ്രീമതി അംബിക ടീച്ചർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അംബിക ടീച്ചറായിരിക്കും ആനക്കര പഞ്ചായത്തിൽ UDFന് തുടർഭരണം ലഭിച്ച പഞ്ചായത്തിൽ ഇത്തവണത്തെ പ്രസിഡന്റ്. 2 വർഷത്തേക്കാണ് അംബിക ടീച്ചർ പ്രസിഡന്റാകുക. അതിനുശേഷം ഞങ്ങളുടെ പാർട്ടിക്കകത്തെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അശ്വതി പ്രസിഡന്റ് ആവാൻ വേണ്ടി ആനക്കരയിൽ തീരുമാനമെടുത്തു. അതുപോലെ പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ 2 തവണ നിലവിൽ മെമ്പറായി 3-ാം തവണയും നല്ല രീതിയിൽ വിജയിച്ചു വന്ന ശ്രീമതി ശശിരേഖയെ പ്രസിഡന്റാക്കാൻ വേണ്ടി ഏകകണ്ഠമായുള്ള ഒരു തീരുമാനം UDF എടുത്തിരിക്കുകയാണ്. ചാലിശ്ശേരി പഞ്ചായത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി റംല വീരാൻകുട്ടിയാണ് ഇത്തവണ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി നിയോഗിക്കുന്നത്. റംല വീരാൻകുട്ടിയാണ് അടുത്ത ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മാറാൻ പോകുന്നത്. അതുപോലെ തന്നെ തൃത്താല ഗ്രാമപഞ്ചായത്തിൽ 25 വർഷത്തിന് ശേഷം UDFന് അധികാരം ലഭിച്ച തൃത്താല ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ 2.5 വർഷം ശ്രീമതി ജയന്തി വിജയകുമാർ നിലവിൽ 2 തവണ പഞ്ചായത്ത് അംഗമായി വിജയിച്ച് ഭരണപരിചയം തെളിയിച്ചിട്ടുള്ള ജയന്തി വിജയകുമാർ ആദ്യത്തെ 2.5 വർഷവും അതിനുശേഷം പിന്നീടുള്ള തുടർന്നുള്ള 2.5 വർഷം ശ്രീ അനീസ് മാട്ടായെയും പ്രസിഡന്റുമാരാവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കോൺഗ്രസും UDFും എടുത്തിട്ടുള്ളത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ UDFനും LDFനും തുല്യ കക്ഷി നിലയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ UDFന്റെ ഭാഗമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയായ ശ്രീ ബാവ മാളിയേക്കലാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുക. ബ്ലോക്ക് പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവായി ശ്രീ ഹുസൈൻ പുളിയഞ്ഞാലിനെ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശ്രീ ബാവ മാളിയേക്കലിനെയും ഇന്ന് ഐകകണ്ഠേന ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തും പൂർണ്ണമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ കേട്ട് ജനാധിപത്യപരമായ രീതിയിലാണ് ഞങ്ങളുടെ ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യം. ആ നിലയിൽ ഒരു മധ്യ മാതൃക കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ വനിതാ സംവരണമായിട്ടാണ് പ്രസിഡന്റ് പദവി മാറിയിരിക്കുന്നത്. അതിന് പുറമേയുള്ള തൃത്താല പഞ്ചായത്തിൽ കൂടി ഞങ്ങൾ ആദ്യ തവണ ഒരു വനിതയെ തന്നെയാണ് പ്രസിഡന്റാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ തരം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് UDF ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്.